ട്രസ്റ്റ് ഇതുപോലുള്ള ധാരാളം പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ പലപ്പോഴും പങ്കാളിയായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഒരു പരിപാടി ഇവിടെ എനിക്ക് തോന്നുന്നത് കുറച്ചു പേരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു, അല്ലേ നസുത്ത? ഈ പാരന്റ്സിനെ മാത്രമാണ് ഇവിടെ ക്ഷണിക്കപ്പെട്ടതെന്നാണ് തോന്നുന്നത്. ഓരോ സമയത്തും ഹജ്ജിന് പോകുന്നവർക്ക് യാത്രയപ്പ്, പിന്നെ അങ്ങനെ കുടുംബ സംഗമം, എല്ലാ പരിപാടികളും വളരെ കളർഫുൾ ആയിട്ട് നടത്തുന്ന ഒരു കുടുംബം എന്ന നിലയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. മക്കളെ കുറിച്ച് പറയുമ്പോൾ കൂടുതലൊന്നും പറയാനില്ല. കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറുക, അല്ലേ സർ? അല്ലേ? അപ്പൊ മക്കളെപ്പോഴും ഒരു എഞ്ചിനീയർ, ഡോക്ടർ എന്ന് മാത്രം ചിന്തിക്കുന്നതിന് പകരം ഇനി ഭാവിയിൽ എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പൊ കുട്ടികളൊക്കെ അങ്ങനെയാണ്. കുട്ടികളോട് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ സ്വയം കഴിവുകൾ ആർജിച്ചെടുക്കുകയാണ്. മാത്രമല്ല ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയും അതാണ്. കുട്ടികൾക്കുള്ള കഴിവുകൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാനും, അതേപോലെ തന്നെ പാഠപുസ്തകത്തിനപ്പുറത്ത് കുട്ടികളുടെ എല്ലാ വിധത്തിലുള്ള ബഹുമുഖമായിട്ടുള്ള സർവമുഖമായിട്ടുള്ള കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കാനും, അതേപോലെ തന്നെ ആ കഴിവ് ആർജിച്ചെടുക്കാനും, അതിൽ അവർക്ക് എത്രമാത്രം ഉന്നതിയിലെത്താൻ സാധിക്കുമോ അത്തരത്തിലുള്ള സാധ്യതയുള്ള സിലബസ് ആണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മക്കള് ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോ എനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് മാറുന്നതിന് പകരം ഷസാൻ ഇവിടെ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓരോ ഘട്ടത്തിലും പ്രതികരിച്ചു, അല്ലേ സർ? എന്ത് ചോദിക്കുന്ന സമയത്തും ഷസാന്റെ പ്രതികരണം നമ്മൾ കണ്ടു. അതുപോലെ ആയിരിക്കണം മക്കൾ. എപ്പോഴും പ്രതികരണ ശേഷിയുള്ള മക്കളായിരിക്കണം. ഏതൊരു ഘട്ടത്തിലും ഏതൊരു സമയത്തും പഠനത്തിന്റെ എല്ലാ ഘട്ടത്തിലും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് രക്ഷിതാക്കളുടെ പിന്തുണ ആവശ്യമാണ്. രക്ഷിതാക്കൾ എപ്പോഴും അപ്പുറത്തെ വീട്ടിലെ കുട്ടികളോട് നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്യുന്നതിന് പകരം നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അതിനവർക്ക് പിന്തുണ നൽകി അതിനവരെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുമോ അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ മക്കൾ എപ്പോഴും നമ്മുടെ മക്കളാണ്. അടുത്ത വീട്ടിലുള്ളവന്റെ മക്കളെ പോലെ നമ്മുടെ മക്കളാവുകയില്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കുക. നമ്മുടെ മക്കൾക്ക് എത്രമാത്രം കഴിവുകളുണ്ട് എന്ന് കണ്ടെത്തി അവരെ പരിശീലിപ്പിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് അതിനൊരു ഉദാഹരണം ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. മുനീർ സാഹിബിലൂടെ ഉണ്ട്. എല്ലാവരുടെയും മക്കൾ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ല. അവന് ഐസറിലല്ലേ പഠിക്കുന്നത്? ഇപ്പൊ ജോലിയായ PhD കഴിഞ്ഞു. അതേപോലെ ഒരുപാട് കുട്ടികൾ ഈ കുടുംബത്തില് എല്ലാ മേഖലയിലുള്ള മക്കള് ഈ അണ്ടത്തോടൻ കുടുംബത്തിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടറുടെ ഇരിക്കുന്നുണ്ട്, സമൂഹ ഡോക്ടർ. വിദ്യാഭ്യാസ പ്രവർത്തകൻ മാത്രമല്ല ഭരണതലത്തിലൊക്കെ വളരെ മികവ് കാണിച്ച പ്രൊഫസർ ഡോക്ടർ AP ഷബീർ സാറുണ്ട്. അങ്ങനെ പിന്നെ നൗഷത്ത് ടീച്ചർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഫീൽഡ് ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മക്കൾക്ക് മാതൃക. അതാണ് നമ്മളെപ്പോഴും ആരെയാണ് മാതൃകയാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും സിനിമാ നടന്റെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് സ്റ്റാറിന്റെ പേരോ പറയുന്നതിന് പകരം എന്റെ ഫാദർ അല്ലെങ്കിൽ എന്റെ ഉമ്മയാണ് എനിക്ക് മാതൃക എന്ന് പറയാൻ തക്ക അത്തരത്തിലുള്ള മക്കള് ഈ കുടുംബത്തിലുണ്ട്. അത് ആ രീതിയിലേക്ക് മക്കളെ കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്ക് പ്രചോദനം നൽകുക എന്നുള്ളതാണ് ഇതുപോലുള്ള പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മക്കള് സമൂഹത്തിന് മാതൃകയായി പ്രവർത്തിക്കാൻ, സാമൂഹ്യ നീതിയോടുകൂടി